അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിൻ്റെ 2019-2020 അക്കീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സെക്ഷൻ 1 വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ഫത്താനത്ത്, ഖിയാനത്ത്, കിത്മാൻ, തബ്ലീഗ്, അമാനത്ത്, സിദ്ഖ്, ബലാദത്ത്, കദിബ്. 1. അസ്സിഫാത്തുൽ വാജിബ. സിഫാത്തുൽ വാജിബ. ഉത്തരം ഫത്താനത്ത്, തബ്ലീഗ്, അമാനത്ത്, സിദ്ഖ്. ഫത്താനത്ത്, തബ്ലീഗ്, അമാനത്ത്, സിദ്ഖ്. 2. അസ്സിഫാത്തുൽ മുസ്തഹീല. അസ്സിഫാത്തുൽ മുസ്തഹീല. ഖിയാനത്ത്, കിത്മാന്, ബലാദത്ത്, കദിബ്. ഖിയാനത്ത്, കിത്മാന്, ബലാദത്ത്, കദിബ്. സെക്ഷൻ 2 യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ അല്ലാഹു, ഷിർക്ക്, മുർസലുകൾ, പണ്ഡിതന്മാർ, മറവി. 1. മലക്കുകൾക്കില്ല ഡാഷ്. മലക്കുകൾക്ക് ഇല്ല മറവി. മറവി മലക്കുകൾക്ക് ഇല്ല. 2. പ്രവാചകരുടെ അനന്തരാവകാശികളാണ് ഡാഷ്. പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ. 3. പാപസുരക്ഷിതരാണ് ഡാഷ്. പാപസുരക്ഷിതരാണ് ഡാഷ്. പാപസുരക്ഷിതരാണ് മുർസലുകൾ. 4. വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു ഡാഷ്. വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു അല്ലാഹു. 5. മറ്റെന്ത് പൊറുത്താലും അല്ലാഹു പൊറുക്കുകയില്ല. മറ്റെന്ത് പൊറുത്താലും അല്ലാഹു പൊറുക്കുകയില്ല ഡാഷ് ഷിർക്ക്. മറ്റെന്ത് പൊറുത്താലും ഷിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. സെക്ഷൻ 3 ഇവരുടെ ജോലി എഴുതാം. സഫറത്ത്. സഫറത്ത് ലൗഹുൽ മഹ്ഫൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ. ലൗഹുൽ മഹ്ഫൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ. 2. ഹാഫൂൻ. 2. ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ. അർഷിനെ ചുറ്റുന്നവർ. 3. ഹഫലത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. ഹഫലത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. 4. ഹമലത്തുൽ അർഷ്. ഹമലത്തുൽ അർഷ് അർഷിനെ ചുമക്കുന്നവർ. അർഷിനെ ചുമക്കുന്നവർ. സെക്ഷൻ 4 ഉത്തരം എഴുതാം. പൗരാണിക മുസ്ലിങ്ങളെ ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലെത്തിച്ചത് എന്താണ്? പൗരാണിക മുസ്ലിങ്ങളെ ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലെത്തിച്ചത് ഖുർആൻ നൽകിയ പ്രചോദനമായിരുന്നു. ഖുർആൻ നൽകിയ പ്രചോദനമായിരുന്നു. 2. ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദഅവത്ത്. 3. ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിനൊടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. 4. മുർസലുകൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരാകാൻ പാടില്ല. എന്തുകൊണ്ട്? മുർസലുകൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരായാൽ അല്ലാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഒന്നും വിട്ടുപോകാതെ പ്രബോധനം ചെയ്യാനും അവർക്ക് കഴിയില്ല. അവർ ബുദ്ധിമാന്ദ്യം ഉള്ളവരായാൽ അല്ലാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഒന്നും വിട്ടുപോകാതെ പ്രബോധനം ചെയ്യാൻ അവർക്ക് കഴിയില്ല. 5. അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏതാണ്? അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക.
സെക്ഷൻ 5 വ്യക്തമാക്കാം. ഇഹ്സാൻ അല്ലാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. അല്ലാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. 2 തൗഹീദിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സെക്ഷൻ 6 പൂർത്തിയാക്കാം. വിശുദ്ധ ഖുർആൻ എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും വിശുദ്ധ ഖുർആൻ എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. 3 313 പേരാകുന്നു 313 പേരാകുന്നു മുർസലുകൾ. സ്വഹാബത്തും താബിഈകളും നടത്തിയ ദഅവത്തിന്റെ ഫലമാണ് സ്വഹാബത്തും താബിഈകളും നടത്തിയ ദഅവത്തിന്റെ ഫലമാണ് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടായത്. ഇതോടെ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക.